മലയാളത്തിന്റെ അനശ്വര നടൻ സത്യൻ. പൊടുന്നനെ നിലച്ചുപോയ ആ മഹാപ്രതിഭയ്ക്ക് ഒരു തുടർച്ചയുണ്ടാകുമായിരുന്നു. സത്യന്റെ മകൻ സതീഷ് സത്യൻ 4 സിനിമകളിൽ അഭിനയിച്ചു. സത്യനോടുള്ള സ്നേഹവും ആദരവും മകനും ലഭിച്ചു, സിനിമയിൽ നിന്ന്, പ്രേക്ഷകരിൽ നിന്ന്. ഞാൻ ഈ സിനിമയിൽ 4 സിനിമയിൽ അഭിനയിക്കുമ്പോഴും എല്ലാവരും പപ്പയോടുള്ള സ്നേഹവും റെസ്പെക്റ്റും എല്ലാവരും നമ്മളോട് വളരെ സ്നേഹമായിട്ടും ഹാർദവമായിട്ടാണ് പെരുമാറിയത്. എന്നാൽ സതീഷ് സത്യന്റെ സിനിമാ ജീവിതത്തിന് ആയുസ്സുണ്ടായില്ല. പൊടുന്നനെ നിലച്ചുപോയി. ടാക്സി ഡ്രൈവറിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എനിക്ക് നേരത്തെ കുട്ടിക്കാലം മുതൽ ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു. ഗ്ലാസ് വെച്ചാൽ ഞാൻ ഓക്കെ. അപ്പം ഞാൻ കോൺടാക്ട് ലെൻസാണ് വെച്ചത്. ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോൾ 1 മിനിറ്റത്തേക്ക് കംപ്ലീറ്റ് ഡാർക്ക് ആവും. ചെന്നൈയിൽ തന്നെ വലിയൊരു ഒപ്താൾമോളജി ഡോക്ടർ ശങ്കർ നേത്രാലയയിൽ, പിന്നെ ഡോക്ടർ അഗർവാൾ, ഇവരെയൊക്കെ പോയി കണ്ടു. കോൺട്രാക്ഷൻ കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഓക്കെ, അത് പ്രശ്നമല്ല. ഞാനത് വിശ്വസിച്ചു. പിന്നെയും മുമ്പോട്ട് പോയി. 2ാമത്തെ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. 3ാമത്തെ പടത്തിൻ്റെ ആയപ്പോൾ വീണ്ടും എനിക്ക് കണ്ണിൻ്റെ പ്രശ്നം കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. വളരെ വേദനയോടുകൂടിയാണ് ഈ ഫീൽഡ് വിട്ടു പോകുന്നത്. അച്ഛൻ്റെ ഒപ്പം തിരശീല പങ്കിട്ട നായികമാർ തന്നെയായിരുന്നു സതീഷ് സത്യൻ്റെയും നായികമാർ. ശാരദാമ്മ അഭിനയിച്ചു. അത് ഇന്നും ആ സ്നേഹബന്ധം ഇന്നും അദ്ദേഹം, ആ മാഡം ശാരദാമ്മ ഇന്നും അങ്ങനെ കൊണ്ടുപോകുന്നത്. ഷീലാമ്മ. കണ്ണുകളുടെ വെളിച്ചം അണഞ്ഞിട്ടും പഴയ ഓർമ്മകളാണ് സതീഷ് സത്യന്റെ ജീവിതം ഇപ്പോഴും വർണ്ണാഭമാക്കുന്നത്. നിത്യജീവദായകൻ യഹോവയെ സ്തുതിക്കുന്നേ, നീയേ സത്യം, നീയേ മാർഗം, നീയേ ഞങ്ങൾ കാലംബം.